കഴിഞ്ഞ ആഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് ഈ ആഴ്ച വീണ്ടും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അച്ഛൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഒത്തിരി അച്ഛൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞു തീർന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിപ്പോൾ അറിയാം. ചുരുക്കം പറഞ്ഞ ആ ഒരു തോൽവി അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഈ തോൽവികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തരുന്നു എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്, തോൽവികളുണ്ട്, പോകണം, അങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തോൽവിയിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ അന്ന് റെക്ടറായിരുന്നൊരു ഞങ്ങളുടെ ഇപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ തെയോഡോഷ്യസ് പിതാവ്. അപ്പോൾ ഈ തെയോഡോഷ്യസ് പിതാവ് സെമിനാരിൽ ചെന്ന സമയത്ത് പറയുന്ന ഒരു ഒരു ഇതാണ്, ഞങ്ങൾക്ക് തരുന്നൊരു നിർദ്ദേശമാണ്, ലേൺ ഫ്രം മിസ്റ്റേക്സ്, തെറ്റിൽ നിന്ന് പഠിക്കുക. അപ്പം നമുക്ക് തെറ്റിൽ നിന്ന് പഠിക്കുക. അപ്പം നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉയർച്ച വരും, നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വളരും. അപ്പം അച്ഛൻ സെമിനാരി ജീവിതം കഴിഞ്ഞു, അച്ഛനായി, പുരോഹിത ജീവിതം കഴിഞ്ഞ് ഒരു ഇടവകയിലുള്ള ഒരു കൊറോണ കാലഘട്ടത്തിൽ അല്ലേ, കൊറോണ കാലഘട്ടത്തിൽ ഒരു ഇടവകയിലുള്ള ഒരു കൊച്ചു വഴി അച്ഛൻ ചാനലിലോട്ട് എൻ്റർ ചെയ്യുന്നു അല്ലേ. അവിടെ നിന്നാണ് അച്ഛൻ്റെ പാട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ്റെ ശബ്ദം മറ്റുള്ളവർ പറയുന്നു ഈ വോയിസ് കൊള്ളാം, ഈ ഉയിരിനാഥനെ എന്ന് പറഞ്ഞ പോലത്തെ പാട്ടുകൾ അച്ഛന് പറ്റും എന്ന് പറഞ്ഞ് ആൾക്കാരുടെ ഒരു പ്രചോദനത്താൽ അച്ഛൻ പാട്ട് പാടുന്നു. പിന്നെ അച്ഛൻ പെട്ടെന്ന് വൈറലാവുന്നു. അതെങ്ങനെ പെട്ടെന്ന് ആദ്യമായിട്ട് നമ്മൾ പെട്ടെന്നൊരു സോഷ്യൽ മീഡിയ ചെല്ലുന്നു, നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ടന്റ് വൈറലാവുന്നു. പെട്ടെന്ന് അച്ഛൻ എന്താ ഉണ്ടായത്? അയ്യോ അങ്ങനെ എന്താ, എനിക്ക് ഭയങ്കര പബ്ലിസിറ്റി കിട്ടി, ഇനി ഞാനൊരു പബ്ലിക് ഫിഗറാണ്, അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട്സ് ഉണ്ടായോ? അങ്ങനെ അതായത് ഞാൻ 5 വർഷം കൊണ്ട് കൊറോണ അറിയാലോ, 5-6 വർഷമായി. അപ്പോൾ കൊറോണ സമയത്ത് ഒരു ഡിവോഷണൽ സോങ് ശുദ്ധർ സ്തുതിക്കുമ്പോൾ എന്നുള്ള പാട്ടാണ് എൻ്റെ അന്ന് കുറച്ച് ഹിറ്റാവുന്നത്. ഒരു പാട്ട് പാടാൻ പറ്റുമോ? എന്താ അത് പാടാം. ശുദ്ധർ സ്തുതിക്കുമ്പീടേ ദൈവമക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. ഈ പാട്ടാണ് അന്ന് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. മറ്റേ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടെങ്കിലേ അന്നേരം ഞാൻ ഓർത്തി സൗണ്ട് എഫക്റ്റ് ഉണ്ടോ, അല്ല ഇത് മറ്റേ റിയൽ ആയിട്ട് കണ്ടപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു പാട്ട് അന്ന് ഞാൻ പാടിയിടാനുള്ള കാരണം എൻ്റെ ബാച്ചിലെ അച്ഛന്മാരുടെ ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഞാൻ മാവേലിക്കര ഭദ്രാസനമാണ്. അപ്പം ഞങ്ങൾക്ക് അച്ഛന്മാരുടെ വൈദിക ധ്യാനത്തിൻ്റെ അന്ന് ഒരു വർഷം എന്നെയാണ് പാട്ട് പാടാൻ ഏൽപ്പിച്ചത്. അപ്പോൾ അന്ന് എനിക്ക് പഴയ പാട്ടുകളോടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പഴയ പാട്ടിൽ ഒരു പാട്ട് ഞാൻ ഈ പാട്ട് അവിടെ പാടി. അപ്പോൾ എൻ്റെ ബാച്ചിലെ അച്ഛന്മാരായിട്ടുള്ള ഫാദർ ഇമ്മാനുവൽ പൊന്തലോള, ഇപ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലാണ്. അതുപോലെ തന്നെ ഫാദർ കുര്യാക്കോസ് തിരുവാലി, അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ്. അപ്പം അവരൊക്കെ നമ്മൾ ഒരുമിച്ച്, ഞങ്ങൾ മാവേലിക്കര ഭദ്രാസന 4 അച്ഛന്മാരാണ് ഞങ്ങൾ പഠിച്ചു വന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം എനിക്ക് അന്ന് ഈ പാട്ട് പാടാൻ കിട്ടി. കാരണം ഈ പാട്ട് ഞാൻ അവിടെ അച്ഛന്മാരുടെ ധ്യാനത്തിന് പാടിയപ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാവരും വന്ന് പറഞ്ഞാൽ ഈ പാട്ട് ജോസ് അടിപൊളിയായിട്ട് പാടിയെന്ന്
പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനായി. അതുകൊണ്ട് തന്നെ ആ പാട്ട് ഞാൻ യൂട്യൂബിൽ പാടി ഇടാനായിട്ട് ശ്രദ്ധിച്ചു. ആ പാട്ടാണ് ആദ്യത്തെ ഒരു വൈറൽ എന്ന് പറയുമ്പോൾ അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു വൈറൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചില്ലേ ഇത് പെട്ടെന്നൊരു പബ്ലിസിറ്റി, അത് വലിയ പബ്ലിസിറ്റി, അതൊന്നും വലിയ പബ്ലിസിറ്റി ആയിട്ട് അന്ന് നമുക്ക് വലിയ പബ്ലിസിറ്റിയാണ്. കാരണം 3 ലക്ഷം പേര് അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഇത് ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു കാര്യമാണ്. പിന്നെ 5 വർഷം പാട്ടുകൾ ചെയ്തു. 5 വർഷം എത്ര പാട്ടുകൾ ചെയ്തു. ആ ഒരു പാട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി വീണ്ടും വീണ്ടും പാട്ടുകൾ ചെയ്ത് കുറേ ഡിവോഷണൽ സോങ് പാടി. അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് കോമഡി ഉത്സവത്തിൽ വരാനായിട്ട് സാധിച്ചത്. അച്ഛൻ ഞാനിങ്ങനെ അച്ഛനെ പറ്റി ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛന് തന്നെ യൂട്യൂബിൽ ഒരു ചാനലുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് അച്ഛൻ ഒരു 101 വയസ്സുള്ള അമ്മച്ചീനെ പോയി കണ്ട കഥ, 106 വയസ്സ്. ഓക്കെ. അപ്പൊ അത് കണ്ടപ്പം ആണേലും അച്ഛൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നു അല്ലേ, അപ്രതീക്ഷിതമായിട്ട് അമ്മച്ചിയോട് പറയാതെ ചെല്ലുമായിരുന്നു അല്ലേ. വേറെ ഒരു അമ്മച്ചിക്ക് അറിയത്തില്ല, അതായത് അവരുടെ വീട്ടിൽ പറഞ്ഞു, അമ്മച്ചിയുടെ വീട്ടിൽ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ട്, 2 വയ്യാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അത് അച്ഛൻ അവർക്ക് പിള്ളേർക്ക് കാണണം, അച്ഛന് ആഗ്രഹം ഉണ്ടായിട്ട് അച്ഛൻ അവിടെ ചെല്ലുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഇത് ഭയങ്കര കൊള്ളാലോ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ തേടി വരുന്നു, അങ്ങനത്തെ ഒരു രീതി. അതെന്താ അച്ഛൻ അങ്ങനെ ഒരു ആ ഒരു ചിന്തയിലോട്ട് നയിക്കാൻ കാരണം? ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, നല്ലത് കണ്ടാൽ പറയുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വീട്ടിലെ ആ കുഞ്ഞുങ്ങൾ, ആ മറ്റേ ഷിൻഡു, അപ്പോൾ അവർ രണ്ടുപേരും എന്നെ കാണണമെന്ന് ആഗ്രഹം. അപ്പോൾ അവിടെ പോയി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചുമ്മാതെടുത്തതാണ്. പക്ഷേ അത് ഫേസ്ബുക്കിനകത്ത് കുറേ പേര് കണ്ടു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ, എൻ്റെ പാട്ടിനേക്കാൾ കൂടുതൽ വൈറലായത് ഞാൻ 106 വയസ്സുള്ള അമ്മച്ചിയെ പോയി കണ്ടതാണ്. അതെന്തുകൊണ്ട് അത് വൈറലായെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വീഡിയോ ആണത്. അപ്പം അമ്മച്ചിക്ക് 106 വയസ്സുണ്ടാകും. ഞാൻ നോക്കിയപ്പം അമ്മച്ചി സരിഗമ പതിനിസയൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചേട്ടാ, ഞാൻ പഠിക്കുന്ന സാധനം അമ്മച്ചിക്ക് ഇതറിയാമെങ്കിൽ അമ്മച്ചി ആരായിരിക്കും സംഗീതം പഠിപ്പിച്ചത്, അല്ലെ അമ്മച്ചി ആരാണ് ഇതറിയാൻ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ കൊട്ടറ പള്ളിയിലായിരുന്നത്, കൊട്ടറ മലങ്കര കത്തോലിക്ക. അപ്പം ഞാൻ ഞാനിത് മീഡിയയെ കണ്ടപ്പോൾ ചോദിച്ചു വന്നപ്പോൾ ഞാൻ താമസിക്കുന്ന പള്ളിയുടെ തൊട്ടപ്പുറത്താണ് അമ്മച്ചി. അപ്പം ഞാൻ അവിടെ ബിനു എന്ന് പറയുന്ന നമ്മുടെ ഇടവകയിലുള്ളൊരു പയ്യനുണ്ട്, ഞാൻ ചോദിച്ചിട്ട് ബിനു ഈ അമ്മച്ചി എവിടെ ഉള്ളത്? അപ്പം അങ്ങനെ ബിനുവിൻ്റെ ബന്ധുവായിരുന്നു അത്. അങ്ങനെ ബിനു അത് അറേഞ്ച് ചെയ്ത് അമ്മച്ചിയെ കാണാൻ ഞങ്ങൾ പോയതാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ല. അവിടെ ചെന്ന് അമ്മച്ചിയോടെ ചുമ്മാതെ കുറച്ച് സംസാരിച്ചപ്പം തന്നെ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി അമ്മച്ചി ഇങ്ങോട്ട് തന്നു. അമ്മച്ചിയുടെ ആ സംസാരവും അമ്മച്ചിയുടെ പാട്ടുകളും അമ്മച്ചിയുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും അങ്ങനെ ചെയ്തു. പക്ഷേ അതെടുക്കുമ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി വൈറലായ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ അതിനേക്കാൾ വൈറലായത് ഞാൻ ചെന്ന് എടുത്ത വീഡിയോ ആണ്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചരിത്രം നോക്കുവാണെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്ത പാട്ടുകളുടെ ഇരട്ടി ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് 106 വയസ്സുള്ള കുഞ്ഞമ്മച്ചിയെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. അച്ഛനെ അറിയപ്പെടുന്നതും യൂട്യൂബിൽ കൂടെ, അച്ഛനും അമ്മച്ചീനെ അറിയപ്പെട്ടത് ഒരു യൂട്യൂബ് ട്രെൻഡിൽ കൂടെ. അതൊരു ഭയങ്കര ഇതല്ലേ. നമ്മള് അമ്മച്ചിയാണ് അച്ഛൻ്റെ അടുത്തായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ കൂടെ അല്ലേ ഇങ്ങനെ ഒരു അമ്മച്ചി. അതാ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, അച്ഛനെയും നാട്ടുകാർ അറിയുന്നത്, ആൾക്കാരൊക്കെ അറിയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ, അച്ഛന് അപ്പുറത്തുണ്ടായിരുന്ന അമ്മച്ചീനെയും അറിഞ്ഞത് ഒരു സോഷ്യൽ മീഡിയ. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ അത്ര എന്താ പറയാ, അത്ര ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയും ഇതായിട്ട് നിൽക്കുവാണ്. അപ്പം എന്താ പറയുക, നമ്മുടെ യങ്സ്റ്റേഴ്സിനാണേലും ഇപ്പൊ ആൾക്കാർ നമ്മുടെ അമ്മയുടെ അമ്മ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഉടനെ പറയും ഏതൊരു ഈ ഫോണും കുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മക്കളോടൊക്കെ പേരൻസും ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറയുന്നത്. അപ്പം എന്താ അച്ഛൻ അങ്ങനെ അതിനോട് ഈ പേരൻസിനോടും അവരുടെ ഗ്രാൻഡ് പേരൻസിനോടും ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ പിള്ളേർ ഉപയോഗിക്കുന്നത് കൂടുതലാവുന്നത് ശരിയാണോ തെറ്റാണോ, എന്താ അച്ഛൻ അതിനെപ്പറ്റി പറയാനുള്ളത്? സോഷ്യൽ മീഡിയ എപ്പോഴും അതിനൊരു നല്ല വശമുണ്ട്, അതിനൊരു തെറ്റ് വശമുണ്ടല്ലോ, നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആൾക്കാരുടെ ഇടയിൽ ചെന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഞാനെന്ന് പറയുന്നൊരു പാട്ടുകാരൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ മാത്രം
പാടി നിൽക്കേണ്ട ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്കൊരു പബ്ലിക്കിൽ വരാനായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഞാനിങ്ങനെ പാട്ടുകൾ, എൻ്റെ പപ്പയുടെ ഒരു രോഗം വന്ന സമയത്ത് ഈ കൂടുതലും അന്ന് നമുക്ക് ഈ കൊറോണയ്ക്ക് മുമ്പാണ് പപ്പ ഈ മരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ഹിറ്റാവും അല്ലെ എത്ര ആൾക്കാർ അറിയപ്പെടുമ്പോൾ പപ്പയില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പ്രസംഗങ്ങൾ കേൾക്കുമായിരുന്നു. പ്രസംഗം കേൾക്കും, പാട്ട് കേൾക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചേട്ടാ ഇതിനകത്തൂടെ, ഈ പ്രസംഗത്തിനകത്തൂടെ നമ്മൾ ദൈവവചനം കേൾക്കുന്നു, പാട്ടിലൂടെ, ഡിവോഷൻ സോങ്ങിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം കുറച്ചുകൂടെ മനസ്സിലാവുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാനും കാരണം അന്ന് വന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഈ ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടാം, എൻ ജീവനേക്കാളും എന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ സോഷ്യൽ മീഡിയക്കകത്ത് ഞാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, എൻ്റെ ക്യാൻസർ മാറി എന്നൊക്കെ. പക്ഷെ ക്യാൻസർ വന്നാണ് പുള്ളി പിന്നെ മരിക്കുക, മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ആ സാക്ഷ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അതിൻ്റേതായ ക്യാൻസർ മാറിയെന്നല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ആ പാട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം എനിക്ക് തന്നായിരുന്നു. പപ്പായ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് കൂടുതൽ ഏറ്റവും പ്രസംഗം കേൾക്കുന്ന, നല്ല പാട്ടുകൾ കേൾക്കുക പോസിറ്റീവായിട്ട്. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഈ പാട്ടൊക്കെ ഭയങ്കര എനർജിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ പാട്ട്, പിന്നെ നമ്മുടെ ചിക്കു കുര്യാക്കോസിൻ്റെ പാട്ട്, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിന്നെ പുള്ളിയുടെ ഒരു പാട്ടാണ്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. കണ്ടോ, ഇങ്ങനത്തുള്ള പാട്ടുകൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം മരിച്ചു. പക്ഷേ അന്ന് എൻ്റെ ഒരു വിഷമ സമയത്ത് എനിക്ക് ആശ്വാസം തന്നൊരു പാട്ട് ഇതൊക്കെയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാനും മരിക്കും. പക്ഷേ ഞാൻ മരിച്ചു കഴിയുമ്പോഴും നമ്മുടെ പാട്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് നല്ലതല്ലേ? എല്ലാ മനുഷ്യർക്കും ഒരു ചാനൽ വേണം. അപ്പോൾ അന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ചിന്ത, എല്ലാ മനുഷ്യർക്കും ഒരു ചാനൽ വേണം. കാരണം അത് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു എന്ന് ഇപ്പം നമുക്ക് ഏത് ആരെക്കുറിച്ചായാലും നമുക്ക് അറിവ് കിട്ടുന്നത് എങ്ങനെ? സോഷ്യൽ മീഡിയ എടുത്താൽ ഇന്ന ആരെക്കുറിച്ച് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അത് നല്ലതായാലും പന്നലായാലും അതിനകത്ത് വരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാനൽ, എല്ലാവർക്കും ചാനൽ ഉണ്ടാവണം. അപ്പം അച്ഛൻ പുരോഹിതനായിട്ട് 12 വർഷത്തിന് ശേഷമാണ് പാട്ട് പഠിക്കാൻ പോയത് അല്ലേ? ഉറപ്പാണ്. അച്ഛനായിട്ട്, അതെ 12 വർഷം പഠിച്ചിട്ടാണ് അച്ഛനാകുന്നത്. അച്ഛനായതിനു ശേഷം ഈ പറഞ്ഞ പോലെ 12 വർഷം വീണ്ടും 12 വർഷം കഴിഞ്ഞിട്ടാണ് അത് പെട്ടെന്ന് എന്താ അങ്ങനെ ഒരു പാട്ട് പഠിക്കണം എന്നൊരു, അച്ഛന് ഓൾറെഡി ഒരു ഗിഫ്റ്റ് ഉണ്ട്, പാടും എന്നുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റഡ് ആണ്. പിന്നെ പെട്ടെന്ന് എനിക്കൊരു പാട്ട് പഠിക്കാൻ പോകണം എന്നൊരു തോന്നലുണ്ടാകാൻ കാരണം എന്നാ? നമ്മൾ ഈ സോഷ്യൽ മീഡിയ, ഞാൻ പറഞ്ഞല്ലോ ചാനൽ തുടങ്ങിയിട്ട് 5 കൊറോണ ടൈമിലാണ് തുടങ്ങിയെങ്കിലും ഈ പാട്ടുകൾ പാടിയിടുമ്പം ചില നന്നായിട്ട് പാട്ട് അറിയാവുന്നവർ എന്നോട് പറയും, അച്ഛൻ പാട്ട് പഠിക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ പാട്ടിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ ചിലർ പറയുന്നത് എന്തിനാ പാട്ട്? അപ്പം ഞാൻ വിചാരിക്കും ഇതെവിടാ പാട്ട് പഠിക്കുന്നത്? അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ പാട്ട് പഠിക്കുക എന്ന് പറയുന്നത് എവിടാ പാട്ട് പഠിക്കേണ്ടത് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് ഗുരുക്കന്മാരുടെ അവിടെ പോയി പഠിക്കണം. അങ്ങനെ ഞാൻ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കുമ്മല്ലൂർ പള്ളിയിലിരുന്നപ്പം ഒന്ന് പാട്ട് പഠിക്കാൻ പോയി. അങ്ങനെ ഞാൻ എന്തോ ചെയ്തു, ആദ്യമായിട്ട് ഞാൻ ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഇന്നൊരു ഗുരുവുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവിടെ പോയി 2 ക്ലാസ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഉറക്കം വന്നു. കാരണം നമ്മൾ കേൾക്കാത്തൊരു സംഭവമാണ്, ഹിന്ദുസ്ഥാനി സംഗീതമാണ്.
അതിൻ്റെ ഒരു 2 ക്ലാസ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിൽ ഇത് എനിക്ക് പറ്റുമോ. അപ്പോഴത്തേനും അവിടെ നമ്മൾ നിർത്തി അതോടെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്തോ സംഭവം, ഇത് എനിക്ക് ശരിയാവുന്നില്ല, അവിടെ നിർത്തി. പിന്നെ കുറച്ച് നാളോടെ കഴിഞ്ഞപ്പോൾ കൊണ്ടുവരാൻ നമ്മുടെ ഒരച്ഛൻ, എൻ്റെ ജൂനിയറായിട്ടുള്ള ഒരു അച്ഛനാണ്, ഫിലിപ്പ് തായില്ലോ എന്ന് പറയുന്ന അച്ഛൻ. ഈ അച്ഛന് പാട്ട് പഠിക്കാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അച്ഛൻ പാട്ട് പഠിക്കാൻ പോയത് പറഞ്ഞു, ഞങ്ങൾ സെമിനാരി കാലഘട്ടത്തിലുണ്ടായിരുന്നവരാണ്. പക്ഷേ ഈ പഠിക്കാൻ പോയെന്നറിഞ്ഞപ്പം എനിക്ക് കോളേജ് ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ കോളേജിൽ പഠിക്കണമെന്നൊരാഗ്രഹം. അതുപോലെ തന്നെ അദ്ദേഹം പാട്ട് പഠിക്കാനാണ് പോയതെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനും വിചാരിച്ചു, എന്നാൽ ഒന്ന് പാട്ട് പഠിക്കാൻ പോകാം. അപ്പോൾ അങ്ങനെ 2 ചിന്തകളാണ്, പാട്ടും നമുക്ക് പഠിക്കാം, കോളേജിലും പഠിക്കാം. അങ്ങനെ ഒരു ചിന്തയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അച്ഛനെ അപ്പം ഈ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അച്ഛന് പെർമിഷൻ ഒക്കെ ചോദിക്കണ്ടേ? പിന്നെ സോറി, അത് നമ്മൾ പറയാൻ മറന്നു. അപ്പം നമ്മളത് കാരണം ഞാൻ വൈദികനായിട്ട് ഇത്രയും വർഷമായപ്പം എല്ലാവരും പറയും എന്തെങ്കിലും നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം. അപ്പം ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ എന്നാൽ പാട്ട് പഠിക്കുന്ന കാര്യം തിരുമേനി എടുത്ത് പറയാം. അന്ന് ഞങ്ങളുടെ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യൂസ് പിതാവാണ്, പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഓൾറെഡി എനിക്ക് അല്ലാതെ ഒരു MA സുറിയാനി ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് 12 വർഷത്തിനിടയ്ക്ക് പഠിച്ചു MA സുറിയാനി. അതും പാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അതൊരു ഡിഗ്രി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് പാട്ട് വന്നിട്ടില്ല. അപ്പം പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പെർമിഷൻ തന്നു. പിന്നെൻ്റെ പ്രശ്നം അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം. ഈ പിതാവിൻ്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. അപ്പം അല്ലാതെ അഡ്മിഷൻ കിട്ടിയിട്ട് നമ്മൾ പിതാവിൻ്റെ പെർമിഷന് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പിതാവിൻ്റെ പെർമിഷൻ കിട്ടി അപ്പോൾ അഡ്മിഷൻ എടുക്കണം. അപ്പം ഞാൻ ഈ പഠിച്ച അച്ഛനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പഠിച്ചത് ദാസേട്ടനും കെസ്റ്ററേട്ടനുമൊക്കെ പഠിച്ച ഒരു കോളേജുണ്ട്, RLV തൃപ്പുണിത്തറ RLV കോളേജ്. അപ്പോൾ അദ്ദേഹം അവിടെ പഠിച്ചത്. അപ്പം ഞാനന്ന് കൊല്ലത്തിരുന്നുകൊണ്ട് എനിക്ക് അവിടെ ഒരു സ്വാതി തിരുനാളെന്ന് പറയുന്ന ഒരു കോളേജുണ്ട്. അപ്പോൾ അവിടെയും അപ്പോൾ എനിക്ക് കൊല്ലത്തുനിന്ന് എളുപ്പം അവിടെയാണ്. അപ്പം ഞാൻ സ്വാതി തിരുനാൾ ചോദിച്ചപ്പോൾ 23 വയസ്സ് വരെ ഉള്ളവർക്ക് അവിടെ പാട്ട് പഠിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇച്ചിരി പാടായിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു എന്താ പാട്, അതിൽ നേരത്തെ പഠിക്കണം. ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം, കാരണം അവിടെ ചെന്നാൽ ഗീതവും വർണ്ണവും ഒക്കെ പാടണമെന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഗീതം അറിയത്തില്ല, വർണ്ണം അറിയത്തില്ല, എന്തുവാണെന്നൊന്നും പിടികിട്ടുന്നുമില്ല. അപ്പം എന്തായാലും അതിന് ഞാൻ കോളേജിൽ അഡ്മിഷൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം മറ്റുള്ളവരൊക്കെ ഗീതവും വർണ്ണവും, അവർ എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ കുഞ്ഞുനാൾ മുതലേ പാട്ട് പഠിച്ചിട്ട് വരുന്നവരാണ്. അതായത് അവരുടെ ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്നവർ അല്ലെ 5ാം ക്ലാസ് പഠിക്കുന്നവർ, അവർ കുഞ്ഞുനാൾ മുതലേ വർഷങ്ങളായിട്ട് പാട്ട് പഠിച്ച് വരുന്നവരാണ്. ഈ ക്ലാസിക്കൽ സോങ് പഠിക്കാനാണ് നമ്മൾ ചെന്നതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ സോങ് എന്താണ് അതൊക്കെ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം ആകെപ്പാടെ നമുക്കറിയാവുന്ന സരിഗമ പദനിസ എവിടെയോ കേട്ടിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ എടാ ഇത് ഇന്ന സംഭവങ്ങളൊക്കെ പഠിച്ചാലേ ഇവിടെ അഡ്മിഷൻ കിട്ടും, അത് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എനിക്കത് ബുദ്ധിമുട്ടാവുമോ കിട്ടുമോ എന്നൊരു പേടി. എന്തായാലും ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞ് കുറച്ച് റെക്കമെൻഡേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോവാം. അവിടെ ചെന്നു ഞാൻ പോയി ഒരു സിനിമാ പാട്ടാണ് പാടിയത്. അപ്പോൾ അവർ പറഞ്ഞു സിനിമാ പാട്ടും പാടാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമാ പാട്ട് പാടിയിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അവർക്ക് പാടാൻ കഴിവുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എന്തായാലും അഡ്മിഷൻ നമ്മൾ വൈകുന്നേരം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ്റെ ലിസ്റ്റൊക്കെ വന്നപ്പോൾ ഞാനുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചു, ഒരു ടീച്ചർ ചോദിച്ചു, ആശ എന്ന് പറയുന്ന ഒരു ടീച്ചർ ചോദിച്ചു, എന്തിനാണ് ഈ സമയത്ത് പാട്ട് പഠിക്കാൻ വരുന്നത്, ഒരു പേഴ്സണൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചാൽ പോരെ. ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ പറയണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാം, പാട്ട് പഠിക്കാം. അപ്പം നമുക്കറിയത്തില്ല ഈ ഗുരു ഇതൊന്നും നമുക്കങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടുമില്ല, ഇങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ഗുരുവിൻ്റെ അടുത്ത് ഇത്രയും നാൾ പഠിക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാവരും പറഞ്ഞ് പാട്ട് പഠിക്കണം. അപ്പം നമ്മൾ അവിടെ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴായാലും അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഒരാളുടെ അടുത്ത് പഠിച്ചാൽ നമ്മൾ അത് കിട്ടും. പക്ഷേ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ പിള്ളേർ വരും. അപ്പോൾ ഇവർ പല സ്ഥലത്ത് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കഴിവുകളുള്ളവർ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും. അപ്പം നല്ല നല്ല
ഒരു സാധ്യതകൾ നമുക്കുണ്ടല്ലോ, പാട്ടിൻ്റെ മേഖലയിൽ നമുക്ക് ചില കഴിവുകളെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഞാൻ ടീച്ചറിനോട് അത് പറഞ്ഞപ്പോഴത്തേന് പിന്നെ എന്നോടൊന്നും ചോദിച്ചതുമില്ല, എന്തായാലും അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് കോളേജ് ജോയിൻ ചെയ്ത്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് പഠിച്ചിട്ടുള്ളവരാണ് മൊത്തവും വന്നിരിക്കുന്നത്. അങ്ങനെ പഠിക്കാതെ വന്നിട്ടുള്ള 3-4 പേരേ ഉള്ളൂ, ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും പാട്ട് പഠിക്കുന്നത്, ഇപ്പം ഞാൻ അവിടെ പഠിപ്പിക്കുന്നതായ കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ക്ലാസിക്കൽ സോങ്ങിന് ഒത്തിരിയും കാര്യങ്ങൾ എത്ര പഠിച്ചാലും തീരത്തില്ലെന്ന് അന്ന് അച്ഛൻ പറഞ്ഞതും ഇത് പഠിക്കാൻ പാടാണെന്ന് പറഞ്ഞതൊക്കെ കോളേജിൽ ചെന്നപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലായത്. ഇത് നമ്മൾ ബേസിക് കാര്യങ്ങൾ, സരിഗമ പതിനിസ, സരളി വരിശകൾ, മന്ത്രസ്ഥായി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, താരസ്ഥായി വരിശകൾ എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ സ്വരത്തിൻ്റെ മാധുര്യം വർദ്ധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാടാൻ പറ്റും. ടീച്ചേഴ്സിനോടൊക്കെ ടീച്ചേഴ്സിൻ്റെ കാര്യം അത് തന്നെ. ഞാൻ ആദ്യമൊക്കെ ഞാൻ പോയി അങ്ങ് ചിലപ്പം പരിചയപ്പെടുന്ന കൂട്ടത്തിൽ അതങ്ങ് പറയും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പം പോകുന്നത്. എന്നാലും ടീച്ചേഴ്സും നല്ല റെസ്പെക്റ്റാണ് തരുന്നത്. നല്ല കോപ്പറേറ്റീവ്. തീർച്ചയായിട്ടും. അച്ഛാ, ആ പാട്ടൊന്ന് പാടാവോ, നമ്മുടെ ഉയരുന്നാഥനെ? തീർച്ചയായിട്ടും ഉയരുന്നാഥനെ പാടാം. കാരണം എല്ലാവർക്കും കേൾക്കാൻ ചിലപ്പോൾ ഇത്ര ഇന്റർവ്യൂ നടക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും ഇത് ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ട്. എന്നാ അച്ഛൻ വേറൊരു പാട്ട് നമ്മുടെ വീഡിയോ ഒത്തിരി വേദികളിൽ ഇല്ലാത്തൊരു പാട്ട് പാടും, അച്ഛൻ പാടാത്തൊരു പാട്ട് പാടിക്കും. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് സ്റ്റീഫൻ ദേവസ്യ ഒരിടത്ത് അങ്ങനെ വളരെ സിമ്പിളായിട്ട് പാടും, പരിശുദ്ധ. അത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇഷ്ടം. പിന്നെ ഞാനത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വേറൊരു ചെറിയൊരു വീഡിയോ, ഒരു 30 സെക്കൻഡ് വീഡിയോയുടെ കേട്ടു. അപ്പോൾ ഇത് കേട്ടപ്പം വേറൊരു സൗണ്ട്, അപ്പോൾ ആ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സൗണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് എൻ്റെ സൗണ്ടിൽ പാടിയാൽ അടിപൊളിയായിരിക്കും. ഇത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ഇത് ഭയങ്കര ഫീലിംഗ് ഉള്ള പാട്ടാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ അടുത്ത് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പാട്ടും കൂടെ പാടാവോ? ചിലപ്പോൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, അതിന് അച്ഛൻ ഒരു പാട്ടും കൂടെ പാടിക്കൂടെ എന്ന് ചിന്തിക്കും. നല്ല വോയിസ് ആണ്, ഒരു പാട്ടും കൂടെ പാടും. അടുത്ത ഏത് പാട്ട് പാടും? പാടാത്ത പാട്ട് മതിയേ. ഇനി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. അതിന്റെ 2 വരിയെ പാടുന്നുള്ളൂ. ഇത് ഞാൻ പിന്നെ ഇറക്കാൻ വെച്ചേക്കുന്ന പാട്ട് കേട്ടോ. അത് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടാണ്. അത് നമ്മുടെ ജോബ് കുര്യൻ അതിൻ്റെ ഹൈ പിച്ച് പാടിയിട്ടുണ്ട്. എന്തായാലും അത്ര എനിക്ക്, കാരണം ഓരോരുത്തർക്കും ഓരോ സൗണ്ടാണല്ലോ. ജോബ് കുര്യൻ്റെ സൗണ്ട് എന്ന് പറയുന്ന ഹൈ ലെവലിലുള്ള പാട്ടുകളാണ് പുള്ളി പാടുന്നത്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഒന്നുകൂടെ പാടാമേ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഒന്നുകൂടെ. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.
ഇത് ഇറക്കണം. അച്ഛൻ്റെ പാട്ട്, യൂട്യൂബ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. പുരോഹിത ജീവിതവും അതിനെപ്പറ്റി എല്ലാം സംസാരിച്ചു. അച്ഛൻ്റെ വീട്ടുകാരെ പറ്റി ഒന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും മിക്കവർക്കും ഇപ്പം കേൾക്കുന്നവർക്ക്. അപ്പം വീട് എവിടെയാ അച്ഛാ? എങ്ങനെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും എൻ്റെ വീട് ശൂരനാടാണ്. ശൂരനാടെന്ന് പറയുന്ന സ്ഥലം ചരിത്രത്തിൽ ഫേമസ് ആണ്. ശൂരനാട് കൊലക്കേസ് എന്നൊക്കെ പറയുന്ന കൊലക്കേസ് ചരിത്രത്തിലുണ്ട്. അപ്പോൾ ശൂരന്മാരുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ശൂരനാടെന്ന് പറയുന്ന സ്ഥലം വളരെ വൈഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കൊല്ലം ജില്ലയിൽപ്പെട്ട കുന്നത്തൂർ താലൂക്കിൽപ്പെട്ട ശൂരനാടെന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. പിന്നെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ സെമിനാരി പോയത്. അപ്പം എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ പപ്പ ഇപ്പം 5-6 വർഷമായി മരിച്ചിട്ട്. അപ്പം പപ്പ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ പപ്പ ഇപ്പം ഇല്ല. മമ്മിയുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ അനിയനുണ്ട്. അപ്പം ചേട്ടൻ്റെ പേര് ജെയിംസ് മാത്യു, അനിയൻ്റെ പേര് ജോയ്സ് മാത്യു, എൻ്റെ പേര് ജോസ് മാത്യു. അപ്പം ഞങ്ങൾ 3 ജയിലാണ് തുടങ്ങുന്നത്. അമ്മയുടെ പേര് പൊടിയമ്മ, പപ്പയുടെ പേര് മത്തായി. അപ്പം എൻ്റെ മമ്മിയൊക്കെ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ എനിക്കൊക്കെ എപ്പോഴും മാതൃക. എൻ്റെ അപ്പനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അമ്മയുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു പൗരോഹിത്യ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ പട്ടാളത്തിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡായി നാട്ടിൽ വന്നു, കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നു. ഞങ്ങൾ 3 വയസ്സ് ഡിഫറൻസാണ്. എൻ്റെ അനിയൻ ഇപ്പോൾ ഷാർജയിലുണ്ട്, ജോയ്സ് മാത്യു. അച്ഛൻ മലങ്കര സഭാംഗമാണല്ലോ. അപ്പം ഏത് രൂപത അച്ഛാ? നമുക്കറിയാം മലങ്കര സഭയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, അതാണ് നമ്മുടെ ഒരു പൂർണ്ണമായ രൂപം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. അതിനകത്ത് മാവേലിക്കര ഭദ്രാസനം, ആ മാവേലിക്കര രൂപതയിലാണ് ഞാനുള്ളത്. ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഞങ്ങളുടെ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യൂസ് പിതാവായിരുന്നു. പിതാവിന് ശേഷം ഇപ്പോൾ മാത്യൂസ് മാർ പോളികാർപ്പസ് തിരുമേനിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ബിഷപ്പ്. എന്തായാലും തീർച്ചയായിട്ടും ജോഷുവ മാർ ഇഗ്നാത്യൂസ് പിതാവാണ് എനിക്ക് പഠിക്കണമെന്ന് ചോദിച്ചപ്പം അത് തന്നത്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഞാൻ പാട്ട് പഠിക്കാൻ ഈ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം വിളിച്ചത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ നമ്മുടെ മാത്യൂസ് മാർ പോളികാർപ്പസ് പിതാവിനെയാണ് വിളിച്ചത്. ഇപ്പം ഞങ്ങളുടെ തിരുമേനി അതാണ്. അപ്പം ഞങ്ങളുടെ ബിഷപ്പിൻ്റെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ പള്ളിയിലെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ, പഠിക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് പിതാവിനോടൊക്കെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം. എന്തായാലും പിതാവും നല്ല ഒരു സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രൂപതയിലെ അച്ഛന്മാരും വൈദികരും മറ്റു ഭദ്രാസനങ്ങളിലെ അച്ഛന്മാരും ഒക്കെ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് പാട്ടിൻ്റെ മേഖലയിൽ തന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അച്ഛനുമായിട്ട് ഇത്രയും ഈ ഒരു അതിമനോഹരമായിട്ട് അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ പാട്ടുകളിലൂടെ ഒത്തിരി പേർക്ക് ഇപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ഒരു ആശ്വാസത്തിൻ്റെ ഒരു വചനങ്ങളും അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോഴും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്തത്. അപ്പം ഇന്ന് ഈ ഞായറാഴ്ച ദിവസം നമുക്ക് വേണ്ടി ഇങ്ങനെ അച്ഛൻ ഇത്ര സമയം ചെലവഴിച്ച് ഇരുന്നത് അത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും. അപ്പം മുന്നോട്ടും അച്ഛന് നല്ലൊരു സ്റ്റുഡിയോയും നല്ലൊരു ബാൻഡും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ പാട്ടിലൂടെ അനേകായിരങ്ങളെ അച്ഛന് കർത്താവിലോട്ട് എത്തിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അച്ഛന് ഈ ഒരു ചോസൻ്റെ ഈ ഒരു എപ്പിസോഡിലോട്ട് വന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. നന്ദി അച്ഛ. ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ സ്നേഹം അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.